ആദർശിൻ്റെ നയനയുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ നയനയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ നയന പറയുന്നുണ്ട് ആദർശമായിട്ട് അവിടുത്തെ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആകുമ്പോൾ ചിലപ്പോൾ ശ്വാസം മുട്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്ക് എന്തായാലും ഇൻഹേലറൊക്കെ എടുത്ത് അടുത്ത് വെക്കണേ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആദർശം പറയുന്നുണ്ട് അതൊക്കെ നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അതെല്ലാം ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നയന അടുത്ത് പറഞ്ഞ് സമാധാനപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കാൻ നമ്മളെ മുത്തശ്ശനെയും നയനയും ദേവിയാനെയും മുത്തശ്ശിയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അവർ അമ്പലത്തിലൊക്കെ പോയിട്ടാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ടെൻഷനും കാര്യങ്ങളും, അപ്പോൾ ആദർശ് പോയ കാര്യങ്ങൾ എന്താവും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ നീ എന്തായാലും ഇവിടുത്തെ ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നീ ആഹാരം കഴിക്കാതൊന്നും ഇരിക്കരുതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ശരീരമൊക്കെ നോക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ നയനം പറയുന്നുണ്ട് മുത്തശ്ശ ഇവിടെ എല്ലാവരും ആഹാരമൊക്കെ കഴിക്കാതെ എല്ലാവരും വ്രതത്തിലൊക്കെ ഇരിക്കുമല്ലേ, അപ്പോൾ പിന്നെ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ നയനയാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ദേവയാനി പറയുന്നുണ്ട് ഇപ്പം ഏഞ്ചലർക്കാരുടെ മോഡലല്ലേ നമ്മളെ നവ്യ, അപ്പോഴത്തേക്ക് നവ്യയും ജലജയും അഭിയൊക്കെ കൂടുതലും ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഏഞ്ചൽക്കാർക്ക് തന്നെ ആ ഡീല് റെഡി ആവണമെന്നൊക്കെയാണ് ഇവിടെ അവരൊക്കെ ആഗ്രഹിക്കുന്നത്. അവിടെ നമ്മൾ ആദർശമാണെങ്കിൽ പരാജയപ്പെട്ടു പോകണമെന്നൊക്കെയാണ് ഇവിടെ ഉള്ളവരെ അവരെയൊക്കെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ മുത്തശ്ശൻ്റെ നയനയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല വിഷമമൊക്കെ ആവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മൾ ആദർശനാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് കൊണ്ട് ജ്യൂസൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ജ്യൂസൊക്കെ കുടിക്കുന്ന ആദർശനെ കാണിക്കുന്നത്. ആദർശമാണെങ്കിൽ ജ്യൂസൊക്കെ കുടിച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങിപ്പോവും. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.